ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ജയിലിൽ നിന്നും വീട്ടിലെത്തുന്ന മേഘനോട് ഇനിയെങ്കിലും മഹാലക്ഷ്മിയും കണ്ണനുമായിട്ട് രമ്യതയിൽ പോകണമെന്നും എങ്കിൽ നിനക്ക് നിന്റെ ജോലി കണ്ണൻ തിരികെ തരുമെന്നും നിന്റെ പെങ്ങളുടെ ഭാവിയെക്കുറിച്ച് നീ ചിന്തിക്കണം. മഹാലക്ഷ്മി ഒരു സാധാരണ പെൺകുട്ടിയല്ല, അതുകൊണ്ട് നിന്റെ കുരുട്ടുബുദ്ധി ഒന്നും നടക്കില്ല എന്നെല്ലാം വാമനും സീമന്തിരിയും പറയുന്നുണ്ടെങ്കിലും തനിക്ക് നഷ്ടങ്ങൾ വരുത്തിയവരോട് പ്രതികാരം ചെയ്യുമെന്ന് തന്നെ തീർത്ത് പറയാണ് മേഘൻ. പിന്നീട് സാഗർ മലയ്ക്ക് പോകാനായിട്ട് മാലയിടാനായിട്ട് അമ്പലത്തിൽ എത്തുന്നു. അപ്പോൾ മഞ്ജുവും കൂടെയുണ്ട്. അങ്ങനെ തൊഴുതിറങ്ങുന്ന അവർ അമ്പലത്തിലേക്ക് വരുന്ന കരുണയും ദുർഗയും കാണുന്നു. തുടർന്ന് ഇവനെ നീ സൂക്ഷിച്ചോ, കുറച്ച് കഴിഞ്ഞാൽ ഇവൻ നിന്നെ ഉപേക്ഷിച്ച് കടന്നു കളയും. അപ്പം നിനക്ക് ഏതെങ്കിലും റെയിൽപാളത്തിൽ പോയി ട്രെയിനിന് തലവെക്കേണ്ടി വരുമെന്ന് ദുർഗയും അത് ഏറ്റുപിടിച്ചുകൊണ്ട് കരുണയും പറയുമ്പോൾ, എൻ്റെ ആങ്ങളെ നിങ്ങളെ തേച്ചിട്ട് പോകാതിരുന്നാൽ മതി എന്ന് മഞ്ജു പറയുമ്പോൾ, അങ്ങനെ അയാൾ പോയാലും എനിക്ക് കയറി ചെല്ലാനായിട്ട് ഒരു വീടുണ്ട് എന്ന് കരുണ പറയുമ്പോൾ, എങ്കിൽ സാഗരേട്ടൻ എന്നെ ഉപേക്ഷിച്ച് പോയാലും എനിക്ക് കയറി ചെല്ലാൻ എൻ്റെ കണ്ണേട്ടൻ്റെ വീടുണ്ട്. കണ്ണേട്ടനും ഏട്ടത്തിയും എന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. സ്വന്തം കുഞ്ഞു പോയിട്ടും ഏട്ടത്തിയുടെ അഹങ്കാരത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ലല്ലോ. അമ്മ ഒരു കാര്യം മനസ്സിൽ കുറിച്ചു വെച്ചോ, ഏട്ടനെയും ഏട്ടത്തിയെയും തള്ളി പറഞ്ഞ് ഉണ്ണിയേട്ടനെയും ഇവരെയും ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്ന അമ്മയ്ക്ക് ഇവർ തന്നെ ചതിക്കും എന്ന് ചുട്ട മറുപടി തന്നെ കൊടുത്തിട്ട് മഞ്ജു സാഗറിനെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. പിന്നീട് മേഘനെ കാണാനായിട്ട് മാർക്കോ എത്തുകയാണ്. മാർക്കോയെ കാണുമ്പോൾ തന്നെ ഭയന്ന് വിറയ്ക്കുന്നുണ്ട് മേഘൻ. ജയിലിൽ നിന്ന് ഇറങ്ങിയ നിന്നെ കാണാനാണ് ഞാൻ വന്നത്. എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഒരു നിരപരാധിയെയാണ് നീ കള്ളക്കേസിൽ പെടുത്തി അകത്താക്കാൻ നോക്കിയത്. നിന്റെ ഭാവി ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നിനക്ക് ഇതുപോലുള്ള ഷോക്കുകൾ ഇനിയും തരാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും നീ സാഗറിനെ കഞ്ചാവ് കേസിൽ കുടുക്കാൻ നോക്കിയത് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായി. കണ്ണൻ സാറിനും മഹാലക്ഷ്മിക്കും സാഗറിനോടുള്ള തെറ്റിദ്ധാരണ മാറിക്കിട്ടി. ഇനി നീ ആഗ്രഹിച്ച മഞ്ജുവിൻ്റെ സ്വത്തുക്കളെല്ലാം കണ്ണൻ സാറ് സാഗറിന് കൊടുക്കും. നീ ഇനി ഈ ദേഷ്യത്തിൽ അടുത്ത ഉടായ്പുമായിട്ട് ഇറങ്ങും എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ എന്തെങ്കിലും നിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിനക്കൊരു ജീവിതം ഉണ്ടാവില്ല മേഘ. മഞ്ജുവിനെയും സാഗറിനെയും അവരുടെ വഴിക്ക് വിട്ടേക്ക്. ഇനി നീ എന്തൊക്കെ ചെയ്താലും മഞ്ജു നിന്റെ ജീവിതത്തിലേക്ക് വരില്ല. അതുകൊണ്ട് എല്ലാം അവസാനിപ്പിച്ച് മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മേഘനെ കണക്കിന് കൊടുത്തു വിടുന്നുണ്ട് മാർക്കോ. അങ്ങനെ മാർക്കോ ലോപ്പസിനോടൊപ്പം പോയതിന് ശേഷം ഇവനെ എന്ത് വില കൊടുത്തും ഇല്ലാതാക്കണം. എങ്കിൽ മാത്രമേ ആഗ്രഹിച്ചതൊക്കെ നടക്കൂ. മഞ്ജുവിനെയും സാഗറിനെയും ഒരു കാലത്തും സ്വസ്ഥമായിട്ടും സമാധാനത്തോടെയും ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്ന് തന്നെ മനസ്സിൽ തീരുമാനിച്ചുറപ്പിക്കുകയാണ് കേട്ടോ മേഘൻ ചെയ്യുന്നത്. പിന്നീട് മേഘൻ പ്രതാപനെ വിളിക്കുന്നു. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, നീ ജയിലിൽ നിന്നും ഇറങ്ങിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു മേഘ. നിന്നെ അവൻ കേസിൽ കുടുക്കി അകത്താക്കി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതേ അങ്കിളെ, കണ്ണനും മഹാലക്ഷ്മിയും സാഗരും മഞ്ജുവൊക്കെ അവർക്കൊക്കെ കാവലാളായിട്ട് കൂടെയുള്ളത് മാർക്കോയാണ്. അവൻ്റെ ധൈര്യത്തിലാണ് സാഗറിന് പോലും എന്നോട് നേർക്ക് നേരെ നിന്ന് സംസാരിക്കാനായിട്ട് ധൈര്യം ഉണ്ടായതെന്ന് പറയുമ്പോൾ, അവൻ അങ്ങനെ ഒരുത്തനാണല്ലോ ആ മാർക്കോ, ഇരട്ട ചങ്കുള്ളവൻ. അവന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് അവനെയാണ്. അവനെ ഈ ഭൂമിയിൽ നിന്നും പറഞ്ഞു വിടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്ക്. പിന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കും മേഘ. എത്ര ഗുണ്ടകളെ അവനെ കൊല്ലാനായിട്ട് പറഞ്ഞു വിട്ടാലും ശരി, അവരെയൊക്കെ തല്ലി തോൽപ്പിക്കാനുള്ള കഴിവ് അവനുണ്ട്. അവൻ്റെ പുറകിലുള്ള ഒരു ശക്തി എന്താണെന്നാണ് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് എന്നും പ്രതാപൻ പറയുന്നുണ്ട് കേട്ടോ മേഘനോട്. പിന്നീട് മേഘൻ കമലേശ്വരത്ത് എത്തുന്നു. മേഘനെ കാണുന്നതും, എന്തായാലും മഞ്ജുവിനോട് ഇങ്ങനെ ഒരു ചതി ചെയ്യാൻ നിനക്ക് എങ്ങനെ തോന്നി മേഘ? നിന്നെ മനസ്സിലിട്ട് നടന്നിരുന്നവളല്ലേ എൻ്റെ മോള്. വിവാഹശേഷമെങ്കിലും നീ അവളോട് നീതി പുലർത്തിയിരുന്നെങ്കിൽ കണ്ണൻ്റെ പാതി സ്വത്തുക്കൾ ഇപ്പം നിൻ്റെ കയ്യിലെത്തിയനെ. ഇനിയെല്ലാം കണ്ണൻ ആ സാഗറിന് കൊടുക്കുമെന്ന് പറയുമ്പോൾ, എല്ലാവരും ചേർന്ന് എന്നെ ചതിച്ചതാ അപ്പച്ചി, എല്ലാത്തിനും കാരണം ആ മാർക്കോയാണെന്നെല്ലാം മേഘം പറയുമ്പോൾ, എങ്കിൽ നിനക്കതൊക്കെ കോടതിയിൽ തെളിയിക്കാമായിരുന്നില്ലേ? ആ കുട്ടി നിൻ്റേതല്ലെന്ന് ദുർഗ ചോദിക്കുമ്പോൾ ഉത്തരം പൊട്ടി പോകുന്നുണ്ട് കേട്ടോ മേഘന്. ഇതേ സമയം കരുണയും ഉണ്ണിയൊക്കെ അവിടേക്ക് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും സൂക്ഷിച്ചോ, എന്നെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കാൻ നോക്കിയതുപോലെ നിങ്ങളെയും അവൻ എന്തെങ്കിലും രീതിയിൽ ചതിക്കുമെന്നെല്ലാം മേഘൻ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഞങ്ങൾ അവളുടെ അയ്യപ്പ വിഗ്രഹം എടുത്തു മാറ്റാൻ നോക്കിയതാണ്. പക്ഷേ മുത്തശ്ശിക്കും അച്ഛനും പറ്റിയതൊക്കെ മേഘേട്ടൻ അറിഞ്ഞു കാണുമല്ലോ എന്നെല്ലാം കരുണയും ചോദിക്കുന്നുണ്ട്. ഞാനൊക്കെ അറിഞ്ഞു മോളെ എന്ന് മേഘനും പറയുന്നുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെയും സൂത്രധാരൻ ഇവിടെ ഉണ്ടല്ലോ, അവനെ ഒന്ന് കാണാനാണ് ഞാൻ വന്നത് എന്ന് മേഘൻ പറയുമ്പോൾ തന്നെ കണ്ണനും മഹാലക്ഷ്മിയും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും ആണെങ്കിൽ മേഘനെ കാണുമ്പോൾ തന്നെ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് നീ എന്തിനാണ് ഈ വീട്ടിലേക്ക് വന്നതെന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ,
ഇവനെയൊക്കെ വീട്ടിലേക്ക് കയറി വരാൻ അനുവദിക്കാൻ പാടില്ല. അത്രയ്ക്ക് മോശമാണ് ഇവൻ്റെ സ്വഭാവം എന്ന് മഹി തുറന്നടിക്കുമ്പോൾ എനിക്ക് നിൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട എന്ന് മേഘൻ പറയുന്നതും മഹിയോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന മേഘനോട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ കണ്ണന്. ഈ വീട്ടിൽ കയറി വരണമെങ്കിൽ ഇനി ഇയാളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് നീ വാങ്ങിയിരിക്കണം. കാരണം നീ ഈ ചവിട്ടി നിൽക്കുന്ന ഈ വീട് പോലും ഇയാളുടെ പേരിലാണ്. ഇയാളുടെ അനുവാദം കൂടാതെ ഇവിടേക്ക് ആരും കയറി വരാൻ പാടില്ല. മലയ്ക്ക് പോകാൻ മാലയിട്ടിരിക്കുന്ന ഈ സമയത്ത് നിന്നെ പോലുള്ളവരെ കാണുന്നത് പോലും അപശകുനമാണ്. നീ ഇനി ഈ വീട്ടിൽ കാലുകുത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ മേഘനെ ആട്ടിയിറക്കി വിടുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് കണ്ണനെയും മഹാലക്ഷ്മിയും കാണാനായിട്ട് മാർക്കോ എത്തുന്നു. അപ്പോൾ മാർക്കോയെ കാണുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ കണ്ണനും മഹിക്കും. കരുണയുടെ അച്ഛന് ഞാൻ കണക്കിന് കൊടുത്തിട്ടുണ്ട്. അന്ന് ഗുണ്ടകളിൽ നിന്നും എന്നെ രക്ഷിച്ചതിന് മാർക്കോയോട് ഒരു നന്ദി വാക്ക് പോലും പറയാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പ് പോയി കളഞ്ഞല്ലോ. അന്ന് എവിടേക്കാണ് രാത്രി ഇത്ര തിടുക്കപ്പെട്ട് ഓടിപ്പോയത് എന്നെല്ലാം മഹി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കോ പറയുന്നുണ്ട്, കണ്ണൻ സാറ് ഇനിയാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ആ മേഘന ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവൻ എന്ത് ചെയ്യാനും മടിക്കില്ല എന്ന് മാർക്കോ പറയുന്നുണ്ട്. തുടർന്ന് മാർക്കോ എങ്ങനെയാണ് കൃത്യസമയത്ത് അന്ന് അവിടെ എത്തി ഗുണ്ടകളിൽ നിന്നും എന്നെ രക്ഷിച്ചത്? ഇതിനു മുൻപും ഗുണ്ടകളിൽ നിന്നും മാർക്കോ എൻ്റെ ജീവൻ രക്ഷിച്ചു. എങ്ങനെയാണ് മാർക്കോ ഇതെല്ലാം കൃത്യസമയത്ത് അറിയുന്നത് എന്നെല്ലാം കണ്ണനും മഹിയും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ, അവരുടെ മനസ്സിലുള്ള സംശയം. അപ്പോൾ ഇതേ സമയം മാർക്കോ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. അതായത് ആ അമ്മ സമ്മാനിച്ച ആ വേല് കാണിച്ചുകൊണ്ട് മാർക്കോ പറയുന്നുണ്ട്, ഈ വേല് കാരണമാണ് എനിക്കെല്ലാം സാധിക്കുന്നത്. ഞാനൊരു മുരുക ഭക്തനാണെന്നുള്ള കാര്യം കണ്ണൻ സാറിന് മഹാലക്ഷ്മിക്ക് അറിയാമല്ലോ. അങ്ങനെയുള്ളപ്പോൾ എനിക്കൊരു സിദ്ധിയായിട്ടുള്ള ഒരു അമ്മയാണ് ഈ വേല് സമ്മാനിച്ചത്. ഈ വേല് എൻ്റെ കയ്യിലുള്ളപ്പോൾ ശത്രുക്കൾക്ക് എന്നെ ഒന്ന് തൊടാൻ പോലും കഴിയില്ല. അന്ന് മഹാലക്ഷ്മി ഗുണ്ടകളുടെ പിടിയിലാണെന്ന് കൃത്യസമയത്ത് എനിക്കറിയാൻ കഴിഞ്ഞതും ഈ വേലിൻ്റെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് മാർക്കോ എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. അപ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ കണ്ണന് മഹാലക്ഷ്മി. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്